ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ എൻ ഷംസുദ്ദീൻ, നിങ്ങൾക്ക് ഗംഭീര വിജയമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഗംഭീര വിജയം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇത്ര വലിയ ഭൂരിപക്ഷം നിങ്ങൾക്ക് രണ്ട് മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിലേക്ക് ലീഗ് എത്തുകയാണ്. അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ. സമസ്തയെ പിടിച്ചെടുക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമം, CPM-ന്റെ ശ്രമം ലീഗിന് ഗുണം ചെയ്തു എന്നതാണോ നിങ്ങളുടെ വിലയിരുത്തൽ? അല്ല, ഇവിടെ വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം ലീഗിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ 10 വർഷം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിനെതിരായി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും തകർക്കുന്ന ഫാസിസത്തിൻ്റെ അട്ടഹാസം ഇന്ത്യയുടെ എല്ലാ ദിക്കുകളിൽ നിന്നും ഉയരുന്നൊരു ഘട്ടത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും വിഴുങ്ങുന്ന, ഭരണഘടനയെ മാനിക്കാത്ത ഒരു ഭരണകൂടം ധിക്കാരം പറയുന്നൊരു സമയം, 400 സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവിടെ ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ രാഷ്ട്രീയം അതിനെതിരെ ഉണ്ടായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക, അതിൻ്റെ പ്രതിനിധികളായി കേരളത്തിൽ മത്സരിക്കുന്നവരെ വിജയിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുത്തു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായത്. ഇപ്പൊ ഇവിടെ ഇതേ കാര്യങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരുന്നല്ലോ ശ്രീ എൻ ഷംസുദ്ദീൻ. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കൂടുതൽ ഗൗരവത്തിലെടുത്തു എന്നും CPM പറഞ്ഞത് അങ്ങനെ കേട്ടില്ല എന്നുമാണോ മനസ്സിലാക്കേണ്ടത്? അതിനിടയിൽ തന്നെ സമസ്തയിൽ ഒരു വിഭാഗത്തിന് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. അവർക്കൊക്കെ ഏറ്റ തിരിച്ചടിയാണോ ഈ വിധി? അല്ല, അങ്ങനെ ചിന്തിച്ചവർക്കൊക്കെ അതിൽ തിരിച്ചടി ഉണ്ടായി. ഞാൻ പറയട്ടെ, ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഈ സമസ്തയുടെ വിഷയവും ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് ഇന്ത്യയിലെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ചത് ഈ നിലവിലുള്ള മോഡി ഭരണം ഇന്ത്യയിൽ അവസാനിക്കണമെന്നാണ്. അതിനുള്ള പരിശ്രമത്തിൽ ഏറെ ബഹുദൂരം മുന്നോട്ട് പോയി. കുറച്ചുകൂടി, അതിപ്പോൾ ഏതൊരു കാര്യം കഴിയുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ അത് നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 സംസ്ഥാനത്ത് കൂടി ചില ഗൃഹപാഠം ചെയ്തിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം തന്നെ മാറുമായിരുന്നു. 10, 50, 60 സീറ്റുകളുടെ വ്യത്യാസം ആണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെ മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷെ വലിയൊരു കോൺഫിഡൻസ് രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് ഉണ്ടായി. ഇതുവരെ എങ്ങനെയായിരുന്നോ, ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഇവർ തന്നെ സ്ഥിരമായിട്ട് വരുന്നു, ഈ ജനാധിപത്യ വിരുദ്ധ മതേതരത്വ വിരുദ്ധ നീക്കങ്ങൾ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോളും വന്നത് ആ രീതിയിലാണ്. ഇതൊക്കെ ഇവർ തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചല്ലോ. ഇന്ത്യ മുന്നണിയുടെ വലിയ തേരോട്ടം ഇന്ത്യയിലുണ്ടായി. അതുപോലെ തന്നെ നരേന്ദ്രമോദി പോലും അവരുടെ 4-5 ലക്ഷം വോട്ടിന് ജയിക്കുന്ന മണ്ഡലത്തിൽ പലതവണ പിറകിൽ പോയി, 3 തവണ പിറകിൽ പോയി. അങ്ങനെ അവരുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 7-8 കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി ആ രീതിയിൽ വെച്ച രാഷ്ട്രീയ കാഴ്ചപ്പാടിന് കിട്ടിയ അംഗീകാരം കേരളത്തിൽ അതിശക്തമായി കിട്ടി. കേരളത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ ഹസ്കർ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. ഇത് ഹസ്കറിൻ്റെ മാത്രം ബോധ്യമല്ല, ഓരോ CPM പ്രവർത്തകൻ്റെയും ബോധ്യമാണ്, അവൻ്റെ കുടുംബത്തിലുള്ള വോട്ടർമാരുടെ ബോധ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും, ഇപ്പം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ മാത്രമല്ലല്ലോ, CPM-ൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും തകർന്ന് തരിപ്പണമായി. കാസർകോട്ടെ, കണ്ണൂരിലെ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ, ഇതൊക്കെ CPM-ൻ്റെ ഉരുക്കുകോട്ടകളാണ്. വടകരയിലെ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ മാറ്റങ്ങളുണ്ടായി. ഇടതുപക്ഷത്തിന്റെ കോട്ടക്കുത്തങ്ങളായ മണ്ഡലങ്ങൾ മാറി. പാലക്കാട് ഒക്കെ ചിന്തിക്കാൻ കഴിയാത്ത വലിയ തോതിൽ പിടിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു. അത് ഓവർഡോസ് ആയി പോയതാണ് കുഴപ്പമായത് എന്ന വിലയിരുത്തലുകളും ഉണ്ട്. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി CPM സ്വയം അവതരിച്ചപ്പോൾ അത് ന്യൂനപക്ഷം വിശ്വാസത്തിലെടുത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഷംസുദ്ദീൻ? അതെ, ന്യൂനപക്ഷം വിശ്വാസത്തിൽ എടുത്തില്ല. ഒന്ന്, താത്വികമായി പ്രായോഗികമായി ഇത് എങ്ങനെയാണ് ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം, മോഡിക്കെതിരായ പോരാട്ടം രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അല്ല, ഇത് CPM-ൻ്റെ ഏതാനും ചില CPM-ന് എത്ര പേരെ ജയിപ്പിക്കാൻ കഴിയുക, അവരെത്ര പേരാ മത്സരിച്ചത്, അവരുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളത് വിശ്വസിക്കുമോ? അത് വിശ്വാസയോഗ്യമല്ലല്ലോ. പിന്നെ ഈ കുറേ CAA റാലികളൊക്കെ നടത്തിയിട്ടാണ് അങ്ങനെ ഒരു പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത്.
അതിൽ ഇവിടെ കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് പിണറായി പറഞ്ഞുകൊണ്ടെന്താ കാര്യം? ജനത്തിന് ബുദ്ധിയില്ലേ? ഈ നിയമം കൊണ്ടുവരുന്നതും അത് റദ്ദ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കേന്ദ്രത്തിലൊരു ഭരണമാറ്റമാണ് ഉണ്ടാവേണ്ടത്. ആ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ കാര്യത്തിൽ, CAൻ്റെ കാര്യത്തിൽ, മുത്തലാഖിൻ്റെ കാര്യത്തിൽ, മറ്റ് ഭരണഘടനാ ഭേദഗതികളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ സാധിക്കുക. അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷെ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൻട്രൽ നിയമം നടപ്പാക്കുമ്പോൾ ഇപ്പോൾ CAA നടപ്പാക്കിയല്ലോ, കേരളത്തിൽ നിന്ന് അപേക്ഷകരില്ലാത്തത്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് സമസ്തയിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ വിശ്വാസത്തിലെടുക്കുകയും ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണല്ലോ ശ്രീ ഷംസുദ്ദീൻ. ഇപ്പോൾ പാണക്കാട് കുടുംബമില്ലാതെ സമസ്ത ഇല്ല എന്നാണ് PMA സലാം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നേതാവ് തന്നെ ഇന്ന് പരസ്യമായി പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയാൻ മടിക്കേണ്ടത് അല്ല. സ്മൃതി ഈ സംസാരത്തിൽ സമസ്തയുമായുള്ള വിഷയങ്ങളിൽ നിന്ന് കിട്ടാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അതിനെതിരൊന്നുമില്ല. സമസ്ത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായ വിശ്വാസികളുടെ പിന്തുണയുള്ള ഒരു ആധികാരിക മതപണ്ഡിത സഭയാണ്. അത് പാണക്കാട് സയ്യിദ് കുടുംബം, പാണക്കാട് തങ്ങൾ കുടുംബവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. പാണക്കാട് കുടുംബത്തിലെ നിർദ്ദേശങ്ങളും പാണക്കാട് നിന്നുള്ള ചർച്ചകളും ഒക്കെ മാനിച്ചുകൊണ്ടാണ് സമസ്ത ഇന്നോളം പ്രവർത്തിച്ചിട്ടുള്ളത്. സമസ്തയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ബാഫയ്ക്ക് തങ്ങളും പൂക്കോയത്തങ്ങളും പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഇതിനു മുമ്പ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും, അങ്ങനെ പാണക്കാട് ആരാണോ നേതൃത്വത്തിലുള്ള വലിയ തങ്ങൾ, അതിപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അവരുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മഹല്ലുകളുടെ കാലി സ്ഥാനത്തിരിക്കുന്നത് പാണക്കാട്ട് കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബവും സമസ്തയും തമ്മിലുള്ള ഈ സഹകരണത്തിനോ യോജിപ്പിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ചില ആളുകൾ ചില ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇടതുപക്ഷം അതിൽ ചില ആളുകളെ വലവീശി പിടിച്ച് ചില ശ്രമങ്ങൾ നടത്തി. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ സുപ്രഭാതത്തിൽ വന്ന ചില സംഗതികൾ, അതിൽ ലീഗിനുള്ള നീരസം ലീഗ് പ്രകടിപ്പിച്ചു. പക്ഷെ ഇന്ന് സമസ്തയുടെ മുഷാവറ ചേർന്നു. അവിടെ ഒരു ഐക്യത്തിന്റെ രൂപമാണ് ഉണ്ടായിട്ടുള്ളത്. ചില ഒറ്റപ്പെട്ട ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറയും. പക്ഷെ അത് സമസ്തയുടെ അഭിപ്രായമല്ല. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സമസ്തയുടെ പേരിൽ അങ്ങനെ ലീഗിന് വോട്ട് നഷ്ടപ്പെടാൻ ചില ആളുകൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ആളുകൾ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും എവിടെയും വിലപ്പോയിട്ടില്ല. അങ്ങനെ വിലപ്പോകുന്ന പ്രശ്നവുമില്ല. കാരണം സമസ്തയും ലീഗും തമ്മിലുള്ളൊരു ബന്ധവും ചരിത്രവും അത് തന്നെയാണ്. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ CPM ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ദിവാസ്വപ്നം കാണാറുണ്ട്. പൊന്നാനി പല പരീക്ഷണങ്ങൾ പൊന്നാനിയിൽ നടത്തിയിട്ടുണ്ട്. ഒരു മാർസിസ്റ്റുകാരനെ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ എത്ര മാന്യത ഉണ്ടായിരുന്നു. ലീഗിൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അതൊരു യോഗ്യതയായിട്ട് കാണുക. കോൺഗ്രസ് നിന്ന് ഒരാൾ തെറ്റി വന്നാൽ അതൊരു യോഗ്യതയായിട്ട് കാണുക. എന്നിട്ട് അവരെ മത്സരിപ്പിക്കുമ്പോൾ ഇവരുടെ തെറ്റിദ്ധാരണ എന്താ? ഇവരുടെ പേരിൽ ആ വോട്ടൊക്കെ കൊണ്ട് പോരും. അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞു കണ്ടതൊക്കെ ഇവർക്ക് ഇത്ര ബുദ്ധിയില്ലാത്തൊരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. കാരണം ഇതൊക്കെ പലതവണ പൊന്നാനി മണ്ഡലം ഈ പുതിയ രൂപത്തിൽ വന്നതിന് ശേഷം ഇവർ ഈ പരീക്ഷണം എല്ലാ പ്രാവശ്യവും നടത്തിയിട്ടുണ്ട്. എല്ലാ പരീക്ഷണവും അവിടെ ദയനീയമായിട്ട് പരാജയപ്പെടുകയുണ്ടായത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിരുന്നു ഈ ഹംസയുടെ പരീക്ഷണമായിരിക്കും ഏറ്റവും ദയനീയമായിട്ട് പരാജയപ്പെടുകയെന്ന്. 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി സമദാനി വിജയിച്ചത്. മലപ്പുറത്ത് ഒരു കാലത്തുമില്ലാത്ത ലീഗിനെ തന്നെ ലീഗ് ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. വിശ്വാസികൾക്കിടയിൽ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. Debate with Smriti Parithikad.